എൻ്റെ പേര് ഫിലോമിന ദേവസി. ഞാൻ തൃശ്ശൂർ ഉപത കോടതിയിൽ വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് 2025 ജൂൺ 2 ശനിയാഴ്ചയാണ് ഏകദിന സമയം ഇവിടെ കൂടിയത്. അന്ന് കൂടിയപ്പോൾ ഞാൻ എൻ്റെ കണ്ണിന് വളരെ അസ്വസ്ഥതയായിട്ട് കണ്ണിൽ തിമരം ഡോക്ടർമാർ 3 ഡോക്ടർമാരെ കാണിച്ചവർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, മരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓപ്പറേഷന് പോയിരുന്നില്ല, മരുന്നും കഴിച്ചില്ല. ഞാനിവിടെ വന്ന് അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞു കണ്ണിന് രോഗങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഫിലോമിന എന്ന മകൾ പ്രത്യേക ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിച്ചു, എന്നെ തന്നെ അച്ഛൻ പറഞ്ഞത്. ഞാൻ അന്ന് ഇവിടുന്ന് പോയി അന്ന് മുതൽ ഇന്ന് വരെ അന്നമ്മളിലാണ് 2 നേരം കണ്ണിൽ ഒഴിക്കണം. 2 നേരം കാലത്തും വൈകിട്ടും വിശ്വാസമാണ് ചെല്ലും, കുരിശ് വെച്ച് ചെല്ലും. 2 നേരം കണ്ണിൽ ഒഴിക്കും. രാത്രി ആകുമ്പോൾ ഒലിവ് ഓയിൽ കണ്ണിൻ്റെ കൺപോളയിൽ പെറ്റി കെടുക്കും. അതിൽ പിന്നെ ഇതുവരെ കണ്ണ് പിടിച്ച് കെട്ടില്ലോ, കണ്ണിൽ പാട് വരില്ലോ, അങ്ങനെ യാതൊരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ല. അതങ്ങനെ ദൈവം സുഖപ്പെടുത്തി. കരങ്ങളടിച്ച് നന്ദി പറയാം. ചേച്ചിയുടെ ഒരു വിശ്വാസമാണ് കേട്ടത്. അതുകൂടാണ്ട് എനിക്കൊരു മലബന്ധം എന്ന അച്ഛൻ ഒരു അസുഖം ഉണ്ടായിരുന്നു. അച്ഛൻ 3-ാമത്തെ ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു മലബന്ധം ഒരു പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഫിലോമിന എന്ന മകൾ പ്രത്യേകം ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ സാധാരണ ഒരു മാസത്തിൽ 8-9 പ്രാവശ്യമാണ് ഞാൻ വയറ്റിൽ നിന്ന് സാധാരണ പതിവ്. അത് പോകണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഗുളിക കഴിച്ചാൽ 2-3 ദിവസം പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഗുളിക കഴിക്കണം. അങ്ങനെയായിരുന്നു എൻ്റെ പതിവ്. പക്ഷേ ഞാൻ ആ ധ്യാനം കൂടിയായി പിന്നെ അന്ന് ബുധനാഴ്ച തൊട്ട് ആ ധ്യാനത്തിനച്ഛൻ വിളിച്ച് പറഞ്ഞു. പിന്നെ ഇതേവരെ ഗുളിക കഴിക്കാനോ അങ്ങനെ ഒരു അസ്വസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം വളരെയേറെ നല്ലൊരു കൈയടി കൊടുത്തേം കണ്ടോ ചേച്ചിയുടെ അവസ്ഥ കണ്ടോ. മാസത്തിൽ വയറ്റിൽ നിന്ന് പോകുന്ന ദിവസങ്ങളുടെ എണ്ണാണ് 9 പ്രാവശ്യക്ക് പോകുള്ളൂ. ഗുളിക കഴിച്ച് കഴിഞ്ഞ് തിരിച്ച അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചെങ്കിൽ രോഗം വന്ന അങ്ങനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ധ്യാനിച്ചപ്പോൾ അച്ഛൻ 3-ാമത്തെ ദിവസം മലബന്ധമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം നിന്ന് വിളിച്ചു പറഞ്ഞു. അതിൽ പിന്നെ ഇന്ന് വരെ ആ ചേച്ചിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. സൗഖ്യം അങ്ങനെ